ഐഡിയാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ നോക്കാം. നമുക്ക് എല്ലാ ഡിസൈൻസിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവർ ഡിസൈൻ, എന്നാൽ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവർ ഡിസൈൻ ഇന്ന് നമുക്ക് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ സീക്വൻസും ഷുഗർ ബീഡും കട്ട് ബീഡും അങ്ങനെ കുറേ ഐറ്റംസ് ഇതേപോലെ ത്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവർ ഡിസൈൻസ് നമുക്കിന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഗോൾഡൻ കളർ സീക്വൻസ് എടുത്തിട്ടുണ്ട്. ത്രെഡ് ഞാനിവിടെ നൈലോണിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നീഡിൽ ഞാനിവിടെ അയൺ നീഡിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സീക്വൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിലേക്ക് കൊണ്ടുപോവുക. ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നേരെ മേലേക്ക് കൊണ്ടുപോവുക. അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ടൊരു സീക്വൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യുക. ഇനി നേരെ ഇപ്പുറത്തെ വശത്തേക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഒരു സീക്വൻസ് ആഡ് ചെയ്യുക. സെൻറ്ററിൽ സ്റ്റിച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് കൊണ്ടുപോവുക. അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു സീക്വൻസ് ആഡ് ചെയ്തിട്ട് നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഷുഗർ ബീഡോ ഇതേപോലെ ഒരു ബീഡ് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. സ്പ്രെഡിങ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് സീക്വൻസ് തന്നെ വെച്ചിട്ട് അടുത്തൊരു ഫ്ലവറും കൂടി ചെയ്യാം. ഇതും ഞാൻ എൻ്റെ വീഡിയോയിൽ ഒത്തിരി കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോരോ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ചിട്ടില്ല. ഇതേപോലെ ഓരോ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. തൊട്ടപ്പുറത്ത് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ തുന്നിക്കൊണ്ടുവരാം. എന്നിട്ട് അവസാനത്തെ സീക്വൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ സീക്വൻസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത സീക്വൻസ് അതൊന്ന് പൊക്കിയതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് അവസാനത്തെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എടുക്കുക. അപ്പം നല്ല ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ തന്നെ എൻ്റെ നോട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കുക. ഞാനിവിടെ ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് എൻ്റെ നോട്ട് ഇടുന്നത്. അടുത്ത ഞാനിവിടെ കട്ട് ബീഡ് ലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സീക്വൻസും കട്ട് ബീഡും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്യാം. അപ്പോൾ സെൻറ്ററിൽ ആദ്യം തന്നെ ഈ ഒരു പേളിൻ്റെ ബീഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ കട്ട് ബീഡ് വെച്ചിട്ട് ഇതേപോലെ ഔട്ട്ലൈൻ കൊടുക്കുക. ഇതേപോലെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അറ്റത്ത് ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്തായിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് നേരെ ത്രെഡ് ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഒരു പോയിന്റ് നീക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് 2 കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് ഒരു സീക്വൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഒരു പോയിന്റ് നീക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ 2 കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സീക്വൻസ്. എന്നിട്ട് നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൗണ്ട് ഫിൽ ചെയ്തെടുക്കുക. നമ്മളിവിടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കട്ട് ബീഡ് മറ്റത്തൊരു സീക്വൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ 2 കട്ട് ബീഡിന് പകരം മറ്റൊരു കട്ട് ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തതാണ് ഈ ഫ്ലവർ. കുറച്ചും കൂടി ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു ചെറിയ സീക്വൻസ് ആണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഷുഗർ ബീഡ് എടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് പേളും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഇതേപോലെ വൈറ്റ് പേള് വെച്ച് കൊടുക്കുക സെൻറ്ററിൽ. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ നമുക്ക് കൊടുക്കാം.
ഞാൻ ഈ ഡിസൈൻ ഇവിടെ 4 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഈ ലൈൻസിൽ കൂടെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഈ ഒരു സൈഡിലേക്ക് ത്രെഡ് കൊണ്ടുപോവുക. എത്ര ലെങ്ത്തിൽ ഡിസൈൻ വേണം ആ ലെങ്ത്തിൽ ത്രെഡ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. നമ്മുടെ ത്രെഡ് അവിടെ എന്താ പറയുക, അവിടെ ടൈറ്റായിട്ട് ഇരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തൊട്ട് നമുക്ക് ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന വിധത്തിൽ സീക്വൻസ് ഇതേപോലെ ആഡ് ചെയ്ത് താഴെ വരെ കൊണ്ടുവരാം. 4 സീക്വൻസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണത്. എന്നിട്ട് അതിൻ്റെ ഒരു പോയിന്റ് നീക്കി ഇപ്പുറത്തൊന്ന് കുത്തി കൊടുത്തിട്ട് പിന്നെയും ഈ സൈഡിലേക്ക് ഇത്രയും ലെങ്ത്തിലല്ലാണ്ട് അതിന് കുറച്ച് ലെങ്ത്തിൽ ഇതേപോലെ ത്രെഡ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഈ സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു 3 സീക്വൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടിങ്ങനെ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നേരെ ത്രെഡ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ മേലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ സീക്വൻസ് ആഡ് ചെയ്ത് വരാം. അപ്പം നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഈ സെയിം ഇതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 ലൈൻസിലും ചെയ്യണം. നമ്മുടെ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ആ പെറ്റൽ പോലെ തന്നെ ബാക്കി 3 സൈഡും കൂടി കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് ഫ്ലവർ വന്നിട്ടുള്ളത്. അടുത്തത് ഞാൻ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതേപോലെ റൗണ്ട് പിന്നെ 4 പെറ്റലും 5 പെറ്റലും വരുന്ന രീതിക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഞാനൊരു ഗോൾഡൻ കളർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഈ ബീഡ്സ് തന്നെ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇതേപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ എൻഡ് നോട്ട് കൊടുക്കുന്നുണ്ട്. ഈ പെറ്റലിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതേപോലെ ഒരു 4 ബീഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എംബോസ്ഡ് ആയിട്ടുള്ള ഫ്ലവറാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് പൊന്തി നിൽക്കാനായിട്ടാണ് നമ്മൾ നടുക്ക് ഇതേപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് സാധാ പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 4-5 ബീഡ് ഇട്ട് കൊടുക്കുക. നമ്മുടെ പെറ്റലിൻ്റെ നീളം അനുസരിച്ചിട്ട് നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മേലയിൽ കൊണ്ടുപോയി ഒരു സ്റ്റിച്ച് കൊടുക്കുക. തൊട്ടടുത്തൊരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് തൊട്ടൊരു പോയിന്റ് നീക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇനി ഇവിടെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ കണ്ട സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ മേലേക്ക് ഇതേപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയും ഒരു 5 ബീഡ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ എൻഡ് നോട്ട് കൊടുക്കുക. അപ്പോൾ ഇതേ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്കിനി ഈ ബാക്കിയുള്ള 4 പെറ്റലും ചെയ്തെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ എംബോസ്ഡ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് പൊന്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫ്ലവറാണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി വലുതാക്കി ചെയ്യുക. വേറെ കളേഴ്സിലൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ സെയിം കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യാം. അടുത്ത നമുക്ക് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഷുഗർ ബീഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ ബീഡിൻ്റെ ഒപ്പം നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ത്രെഡ് ഉണ്ടല്ലോ, ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. സെൻറ്ററിൽ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുറ്റും ഷുഗർ ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഓരോ പെറ്റലും ഈ ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ഫ്ലവർ ഡിസൈൻ്റെ ഔട്ട്ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ നമ്മുടെ ആങ്കർ ത്രെഡ് ഇതേപോലെ 2 ലെയറായിട്ട് ഈ നീഡിലിൽ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇതേപോലെ ഇവിടെ നിന്ന് നീഡിലെടുത്തിട്ട് നമുക്കൊരു ലോങ് ഫ്രഞ്ച് നോട്ട് അവിടെ കൊടുക്കാം. ഇതേപോലെ നീഡിൽ വെച്ചിട്ട് 2 വട്ടം ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം
ഇതേപോലെ ഒന്ന് താഴേക്ക് കൊണ്ടുപോകാം. ഇതേപോലെ നമുക്ക് എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ബ്ലൗസിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സാരിയുടെ സെയിം ഷെയ്ഡിലുള്ള ത്രെഡ് ഇതേപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് ഉള്ളിൽ കൊടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ത്രെഡാണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത ഡിസൈൻ പോലെ തന്നെ സെയിം ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഷേപ്പ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു ബീഡ് വെച്ച് കൊടുക്കാം. ഈ ബീഡിൻ്റെ ഷേപ്പ് ഇതേപോലെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഈ വൈറ്റ് ബീഡ് ഞാനിവിടെ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓരോ പെറ്റലിൻ്റെ ഉള്ളിലും ഈ ബീഡ് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഫ്ലവർ ഡിസൈനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത നമുക്കിനി കട്ട് ബീഡ് വെച്ചിട്ട് ഫ്ലവർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കട്ട് ബീഡ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ വൈറ്റ് ബീഡ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. വൈറ്റ് ബീഡ് കൊടുത്തു. ചുറ്റും ഈ കട്ട് ബീഡ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ 5 പെറ്റൽ കൊടുക്കാനായിട്ട് ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പെറ്റൽ ചെയ്യാം. അതിനായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് 4 കട്ട് ബീഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഒരു പോയിന്റ് നീക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഇതേപോലെ 4 കട്ട് ബീഡ് താഴോട്ട് വെച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഒരു പോയിന്റ് നീക്കി ഇപ്പുറത്ത് കുത്തുക. പിന്നെയും 4 കട്ട് ബീഡ് വെച്ചിട്ട് മേലേക്ക് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ 3 കട്ട് ബീഡിൻ്റെ ലെയർ ഇതേപോലെ കൊടുക്കുക. എല്ലാ പെറ്റലും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഫ്ലവർ ഡിസൈൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ കൊടുക്കണമെങ്കിൽ ഇതേപോലെ കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പുറത്തു കൂടെ ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ 2 കട്ട് ബീഡ് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തൊട്ടടിയിലും ഇതേപോലെ ഒരു ലൈൻ കൊടുത്താൽ കണ്ടത് അവിടെ ഫില്ലായിട്ടുണ്ട്. നേരെ ഇതേപോലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തല്ലോ, ഷുഗർ ബീഡ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളിൽ ത്രെഡ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ സെയിം നമുക്ക് കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലാണ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സീക്വൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ബീഡ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ലോങ് ഫ്രഞ്ച് നോട്ട് ഇതേപോലെ 2 വട്ടം ചുറ്റിയിട്ട് ഇവിടേക്ക് ഒന്ന് കുത്തി കൊടുക്കാം. കണ്ട ഇതേപോലെ ഇനി 2 സൈഡിലേക്കും കൂടി കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആങ്കർ ത്രെഡാണ്. ആങ്കർ ത്രെഡ് അല്ലെങ്കിൽ സിൽക്ക് ത്രെഡും ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഡിസൈനും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്ലവർ ഡിസൈൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.